നമ്മൾ എത്ര ഭക്തിയുള്ളവരായി ജീവിച്ചാലും, വളരെ പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും, ഒരുപാട് സഹിഷ്ണുതയും കൃപയുള്ളവരാണെങ്കിലും, ജീവിതത്തിൻ്റെ ഏറ്റവും പരുപരുത്ത വളരെ വേദനിപ്പിക്കുന്ന ശോധനയിൽ കൂടെ കടന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ വാക്കിലെങ്കിലും നമ്മൾ ദൈവസന്നിധിയിൽ ഒരു ചെറിയ പരിഭവമെങ്കിലും പറയാറുള്ളവരാണ്, പറഞ്ഞിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്, ചതഞ്ഞ ഓട അവൻ ഒടിക്കുകയില്ല, പുകയുന്ന തിരി അവൻ കെടുത്തിക്കളയുകയില്ല. യെശയ്യാവിന്റെ പ്രവചനം 42-ാം അധ്യായത്തിലെ 3-ാമത്തെ വാക്യമാണ് ഞാൻ പറഞ്ഞത്. ചതഞ്ഞ ഓട അവൻ ഒടിക്കുകയില്ല, പുകയുന്ന തിരി അവൻ കെടുത്തിക്കളയുകയില്ല, അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും. ഹല്ലേലൂയ. അതെ, നമ്മളൊരു വലിയ കഷ്ടതയെ കൂടെ കടന്നു പോകുന്നവരാ, വലിയ ശോധനയെ കൂടെ കടന്നു പോകുന്നവരാ. അതിന് മറുപടി നമുക്ക് തന്നെ കണ്ടെത്താൻ കഴിയാത്തവരോ അല്ലെങ്കിൽ മറ്റാർക്കും നമ്മളോട് പറയാൻ പറ്റാത്തവരോ ആയിരിക്കാം. അങ്ങനെ ദൈവം ശോധനയെ കൂടെ വിട്ട ആളുകളുണ്ട്. അപ്പൊ അവർ ബൈബിളിൽ നമ്മൾ നോക്കുമ്പോൾ അവരെങ്ങനെയാണ് പ്രതികരിച്ചത്, നമ്മൾ അവരുടെ എല്ലാം വലിയ വിശ്വാസത്തെക്കുറിച്ചും അവർ പോസിറ്റീവായതിന് പ്രതികരിച്ച കാര്യങ്ങളെല്ലാം കാണുമ്പോൾ തന്നെ മറ്റൊരു ഭാഗത്ത് അവർ വേദന അടക്കി വെച്ചതും വളരെ ഭാരത്തോടു കൂടി വിശ്വാസത്തിൽ മുൻപോട്ട് പോയവരുമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് ഈ സന്ദേശം മുഴുവൻ കേൾക്കണം. ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ധൈര്യപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നിങ്ങളെ തള്ളിക്കളയുകയില്ല, ചതഞ്ഞ ഓട അവൻ ഒടിക്കുകയില്ല, പുകയുന്ന തിരി അവൻ കെടുത്തിക്കളയുകയില്ല. ഹല്ലേലൂയ. പ്രധാനമായിട്ടും 3 പേരുടെ കാര്യമാണ് ഈ മെസ്സേജിനകത്ത് ദൈവം പരിശോധന കൂടെ കടത്തിവിട്ടപ്പോൾ അവരുടെ പ്രതികരണവും ദൈവം അവരെ ഉൾക്കൊണ്ടതുമാണ് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്. ഹല്ലേലൂയ. അതിൽ ആദ്യത്തെ വ്യക്തി രൂത്തിന്റെ പുസ്തകത്തിൽ കാണുന്ന നവോമിയാണ്. രൂത്തിന്റെ അമ്മായിമ്മ നവോമിയാണ്. വലിയ സന്തോഷത്തോടു കൂടി ഭാര്യയും ഭർത്താവും 2 ആൺമക്കളും ഉള്ള ഒരു സ്ത്രീ, ഒരു 2 മരുമക്കൾ പെൺമക്കളും ഉണ്ടായി. പക്ഷെ പിന്നീട് സംഭവിച്ചത് ഭർത്താവ് പെട്ടെന്ന് മരിച്ചു പോവുകയാണ്. ഈ നവോമിയുടെ ഭർത്താവ് മരിച്ചു പോകുന്നു, ആൺമക്കൾ 2 പേരും മരിച്ചു പോകുന്നു. എന്തൊരു ദുരവസ്ഥയാണ് അല്ലേ? അപ്പൊ ആ സമയത്ത് ആ സഹോദരി പറഞ്ഞൊരു വാക്ക് രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 13-ാം വാക്യത്തിലുണ്ട്. യഹോവയുടെ കൈ എനിക്ക് വിരോധമായി പുറപ്പെട്ടിരിക്കിയാൽ നിങ്ങളെ വിചാരിച്ച് ഞാൻ വളരെ വ്യസനിക്കുന്നു. നവോമി വളരെ ഭക്തയാണ്. പക്ഷേ ആ പ്രതിസന്ധിയുടെ സമയത്ത് അവൾ പറയുകയാണ്, ദൈവത്തിന്റെ കൈ എനിക്ക് വിരോധമായി പുറപ്പെട്ടിരിക്കുകയാണ്. എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, ദൈവത്തിന്റെ കൈ എനിക്ക് വിരോധമായി പുറപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. മറ്റൊരു ഭാഗത്ത് 20-ാമത്തെ വാക്യവും 21-ാമത്തെ വാക്യവും അതേ അധ്യായത്തിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് നോക്കിയേ. അവളോട് പറഞ്ഞത്, നവോമി എന്നല്ല എന്നെ മാറ എന്ന് വിളിപ്പീൻ. അവൾ തിരിച്ച് ബേത്ലഹേമിലേക്ക് വരുമ്പോൾ, മോവാബ് ദേശത്തും ബേത്ലഹേമിലേക്ക് തിരിച്ചു വരുമ്പോൾ അവൾ പറയുകയാണ്, എന്നെക്കുറിച്ച് നിങ്ങൾ സന്തോഷിക്കാൻ നിൽക്കേണ്ട, ഞാൻ വളരെ തകർന്നാ വരുന്നത്. എന്നെ മാറ എന്ന് വിളിച്ചാൽ മതി, കയ്പെന്ന് വിളഞ്ഞാൽ മതി. കാരണം സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു. നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു. യഹോവ എനിക്ക് വിരോധമായി സാക്ഷീകരിക്കുകയും സർവശക്തൻ എന്നെ ദുഃഖിപ്പിക്കുകയും ചെയ്തിരിക്കെ നിങ്ങളെന്നെ നവോമി എന്ന് വിളിക്കുന്നത് എന്ത്? ഹല്ലേലൂയ. ആനന്ദം ഉണ്ടാക്കുന്നവളെന്നോ പ്രകാശം പരത്തുന്നവരെന്നോ എന്നെ വിളിക്കണ്ട, എന്നെ മാറ എന്ന് വിളിച്ചാൽ മതി. എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം അതാ. കാരണം ദൈവത്തിന്റെ കൈ എനിക്ക് വിരോധമാണ്, സർവശക്തൻ എന്നോട് കയ്പായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, യഹോവ എനിക്ക് വിരോധമായി സാക്ഷീകരിക്കുകയാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ദൈവം എന്നെ കടത്തിവിട്ടല്ലോ. പക്ഷെ നമുക്കറിയാം എന്താ സംഭവിച്ചെന്നല്ലേ. ദൈവം അത് അവൾ പറഞ്ഞ വാക്കുകൾ കൊണ്ട് അവളെ കൈവിട്ടില്ല, ഉപേക്ഷിച്ചില്ല എന്ന് മാത്രമല്ല നമ്മൾ കാണുന്നത്, അവളുടെ മരുമകളായ രൂത്തിനെ ദൈവം അനുഗ്രഹിക്കുകയും പിൽക്കാലത്ത് അവളുടെ സകല സങ്കടങ്ങളും മറക്കുന്ന രീതിയിൽ ബോവസിന് ഒരു തലമുറ, രൂത്തിലൂടെ തലമുറ ലഭിക്കുകയും ഒടുവിൽ നവോമിക്ക് ഒരു കുഞ്ഞുണ്ടായി എന്ന് പറഞ്ഞ് ദാവീദിന്റെ വല്യമ്മയായിട്ട് നവോമി ഇടം പിടിക്കുകയാണ്. അപ്പൊ ചുരുക്കത്തിൽ ചതഞ്ഞ ഓട അവൻ ഒടിക്കുന്നില്ല. അവൾ ആ കടന്നുപോയ വേദനയുടെ നടുവിൽ അവൾ പറഞ്ഞ ഒരു വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ കർത്താവ് അത് എന്ത് ചെയ്ത കരുണ തോന്നി അവളെ ആ ഭാഗത്ത് അവളുടെ വേദനയ്ക്ക് അപ്പുറത്തേക്ക് ദൈവം അവളെ അനുഗ്രഹിക്കുന്ന കാണുന്നു. 2-ാമത്തെ വ്യക്തി ബൈബിളിൽ ഏറ്റവും അധികം ശോധനയിൽ കൂടെ കടന്നുപോയ മനുഷ്യനെന്ന് പറയുന്ന ഒരു വ്യക്തി യേശുക്രിസ്തു കഴിഞ്ഞാൽ പിന്നെ ഇയ്യോബാണ്. ഇയ്യോബ് എന്ന് പറയുന്ന ഭക്തൻ. 10 മക്കളും ഒരേ ദിവസം മരിക്കുകയും സമ്പത്ത് മുഴുവൻ നഷ്ടമാകുകയും അതേസമയം തന്നെ തൻ്റെ ഭാര്യ തന്നെ ത്യജിച്ചു പറയുകയും തള്ളിപ്പറയുകയും
മരിച്ചോളാൻ പറയുകയും തൻ്റെ ശരീരം തന്നെ തന്നോട് എന്താ പറയുന്നത് വളരെ വേദനാജനകമായി പ്രതികരിക്കും എന്ന് പറഞ്ഞാൽ ശരീരം മുഴുവൻ വ്രണങ്ങൾ നിറഞ്ഞവനായി മരണാസന്നനായി കിടക്കുകയും ചെയ്തൊരു മനുഷ്യൻ. എന്നാൽ അദ്ദേഹം ഒരു പാപവും ചെയ്തിട്ടില്ല. വളരെ ഭക്തനായ ഒരു മനുഷ്യൻ, വളരെ ഭക്തനായ മനുഷ്യൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ വളരെ ശോധനയ്ക്കകത്ത് ഒരു ഓട്ട് കഷ്ണം കൊണ്ട് തന്റെ വ്രണമൊക്കെ എങ്ങനെ ചിരണ്ടിക്കൊണ്ടിരിക്കുകയാണ് ചാരത്തിൽ ഇറങ്ങിയിരുന്നുകൊണ്ട്. ഒരുപക്ഷെ ആ വ്രണങ്ങളിൽ പുഴു പിടിക്കാതിരിക്കാനായിരിക്കാം ചാരത്തിലിരിക്കുക, അല്ല ദുഃഖം സൂചിപ്പിക്കാനായിരിക്കാം. എല്ലാവരും കൈവിട്ട്, സഹോദരങ്ങളെല്ലാം കൈവിട്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിൽ പ്രതീക്ഷ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നാലും ഈ വേദനയ്ക്കകത്ത് അദ്ദേഹം പറഞ്ഞ 1-2 വാക്കുകൾ ഞാൻ ഇന്ന് വായിച്ചപ്പോൾ കാണുകയാണ്. അദ്ദേഹം 3-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഞാൻ ഗർഭപാത്രത്തിൽ വെച്ച് മരിക്കാഞ്ഞത് എന്ത്? ഉദരത്തിൽ വെച്ച് പുറപ്പെട്ടപ്പോൾ തന്നെ പ്രാണൻ പോകാതിരുന്നത് എന്ത്? വലിയ വിഷമിപ്പിക്കുന്ന കാര്യമാണ്. ദൈവസന്നിധിയിലായിരിക്കാൻ പറയുന്നത്, ഞാൻ ഗർഭപാത്രത്തിൽ വെച്ച് മരിക്കാഞ്ഞ ഞാൻ മരിച്ചാൽ മതിയായിരുന്നു. ജന്മദിവസത്തെ ശപിച്ചുകൊണ്ട് അദ്ദേഹം പറയുക, ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ പ്രാണൻ അങ്ങ് പോയാൽ മതിയായിരുന്നു. പോകാഞ്ഞത് എന്ത്? 3-ാം അധ്യായം 23-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, വഴി മറഞ്ഞിരിക്കുന്ന പുരുഷനും ദൈവം നിരോധിച്ചിരിക്കുന്നവനും ജീവനെ കൊടുക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ദൈവം ദൈവം എന്നെ നിരോധിച്ചിരിക്കുകയാണ്. എനിക്ക് വേണ്ടി ഇനി ആരും ഒന്നും ചെയ്യണ്ട. ദൈവം എന്നെ നിരോധിച്ചിരിക്കുന്നു. വഴി മറഞ്ഞിരിക്കുന്ന പുരുഷൻ. ഹല്ലേലൂയ. എന്നാൽ ആ ചതഞ്ഞ ഓടെ ദൈവം ഒടിച്ചു കളഞ്ഞില്ല. ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ? അവൻ നഷ്ടമായത്, അവന്റെ പ്രത്യാശയ്ക്കനുസരിച്ച് നഷ്ടമായതെല്ലാം അവന് മടക്കി വരുത്തുകയും അവന് നഷ്ടമായി പോയ സമ്പത്തുകൾ മടക്കി കൊടുക്കുകയും ആരോഗ്യം മടക്കി കൊടുക്കുകയും ഭാര്യയുടെ ആരോഗ്യം മടക്കി കൊടുക്കുകയും 10 മക്കളെ കൂടെ വീണ്ടും കൊടുക്കുകയും എല്ലാം ഇരട്ടിയായ ദൈവം കൊടുക്കുകയും ചെയ്തു. അതെ, ദൈവം അവനെ കൈവിട്ടില്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവം കൈവിടുകയില്ല. അടുത്ത പ്രധാനപ്പെട്ട വ്യക്തി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. ഹല്ലേലൂയ. അവൻ ഏറ്റവും സഹിഷ്ണുതയും ഏറ്റവും എന്താ പറയുന്നത് എല്ലാ ഭാരങ്ങളും വേദനകളും വഹിക്കുന്ന കർത്താവാണ്. എന്നാൽ താൻ പിതാവ് പോലെ മുഖം മറച്ച് ആ സമയത്ത് ക്രൂശിൽ കടന്നുകൊണ്ട് യേശു ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മത്തായി സുവിശേഷം 27-ാം അധ്യായം 46-ാം വാക്യം. ഏകദേശം 9-ാം മണി നേരത്ത് യേശു ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് ഉറക്കം നിലവിളിച്ചു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്തെന്നർത്ഥം. ആ വേദനയുടെ തീവ്രതയിൽ നിലവിളിക്കുകയാണ്, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? ഹല്ലേലൂയ. അതേ പ്രിയമുള്ളവരെ, നമ്മളെ പിടിവിട്ടുപോകുന്ന സാഹചര്യം വരും. ഹല്ലേലൂയ. എന്നാലും നമ്മളെ കൈവിടത്തില്ല. നമ്മളെ പിടിവിട്ടുപോകും. നമ്മൾ വിചാരിച്ച് പിടിവിട്ടുപോയി, എന്തൊക്കെയോ പറഞ്ഞുപോയി. നമ്മളെപ്പോഴും ഓർത്തോളം, ഇങ്ങനെയുള്ള സാഹചര്യം കടന്നു വരുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ കുറെ കാര്യം ഏറ്റുപറയേണ്ടതുണ്ട്. ആ ഏറ്റുപറച്ചിലിനകത്തൂടെ ദൈവം ഒരു വലിയ അത്ഭുതം നമുക്ക് വേണ്ടി ചെയ്യും. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിലെ ശോധന നടുവിൽ നമ്മളുടെ വായിൽ നിന്ന വാക്കുകളോ നമ്മുടെ ഇടപാടുകളോ കർത്താവിനെ വേദനിപ്പിക്കുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഏറ്റു പറഞ്ഞാൽ ഉറപ്പാ, ചതഞ്ഞ ഓടെ അവൻ ഒടിക്കുകയില്ല, പുകയുന്ന തിരി അവൻ കെടുത്തിക്കളയുകയില്ല. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. നിങ്ങൾ നിരാശപ്പെടേണ്ട. ചിലർ ഈ മേഖലയിൽ നിന്ന് കരകയറിയല്ല, അവർ മരിക്കുന്നവരെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് എന്താ, ദൈവികമായ വിടുതൽ അവർക്ക് പ്രാപിക്കാൻ പറ്റത്തില്ല. എല്ലാവരോടും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. വരുന്നവരോടും പോകുന്നവരോടും എല്ലാം പറയും. സാക്ഷ്യം പറയുമ്പോഴും പറയും, എന്നാ അങ്ങനെ ചെയ്ത്, എന്നാ എങ്ങനെ ചെയ്ത്, ചാകുന്നവരെ മറുപടിയില്ല. എന്നാൽ അത്തരത്തിലൊരു വാക്ക് എപ്പോഴേലും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. ഏറ്റുപറയാനും തുറന്നു പറയാനും ദൈവസാന്നിധ്യം ഇറങ്ങി വരുന്ന സമയത്ത് നവോമി അത് മാറ്റി. ബോസിന്റെ വയലിലേക്ക് കൊണ്ടുവന്ന് രൂത്തിനെ അനുഗ്രഹിച്ചപ്പോൾ നവോമിയുടെ സ്ഥിതി മാറി. പിന്നെ നവോമി അത് പറഞ്ഞില്ല. ഇയ്യോബിനോട് ദൈവം ചുഴലിക്കാറ്റിൽ ഇറങ്ങി വന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇയ്യോബിന്റെ മനസ്സ് മാറി. യേശു പിതാവായ ദൈവം അവനെ ഉയർപ്പിക്കുമ്പോൾ, ആ മരണത്തിനപ്പുറത്തേക്ക് ഒരു ഉയർപ്പിലേക്ക് വരുമ്പോൾ അതെല്ലാം ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് അവൻ മനസ്സിലാക്കുകയും അല്ല അതിലൂടെയുള്ള ദൈവമഹത്വം വെളിപ്പെടുത്തുകയും ചെയ്തു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ചതഞ്ഞ ഓട അവൻ ഒടുക്കുകയില്ല. കർത്താവ് കൈവിടുകയില്ല. മനുഷ്യരൊക്കെ ചിലപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കും, ഒരു വാക്ക് പറഞ്ഞാൽ. പക്ഷെ നമ്മുടെ കർത്താവ് ക്ഷമിക്കും. ഹല്ലേലൂയ. കർത്താവിന്റെ അടുക്കിലേക്ക് മടങ്ങി വരാം. കർത്താവിനോട് പറയാം, കർത്താവേ, എന്റെ അറിവില്ലായ്മയിൽ വന്നുപോയ പാപങ്ങളെ, വാക്കുകളെ ക്ഷമിക്കണം. ഞാൻ വിശ്വസിക്കുന്നു, നീ വിശ്വസ്തൻ, നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. അതേ സഹോദരങ്ങളെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ, വിടുതലില്ലാത്ത പ്രശ്നത്തിൽ ഞാൻ അകപ്പെട്ടല്ലോ, എന്നെ ആർക്കും രക്ഷിക്കാൻ പറ്റുന്നില്ലല്ലോ, ദൈവം പോലെ മുഖം മറച്ച് കളഞ്ഞല്ലോ എന്ന് ആകുലപ്പെടുന്ന, വ്യസനിക്കുന്ന ആ കർത്താവ് ചില പിറുപിറുപ്പ് വാക്കുകളൊക്കെ ഇടയ്ക്ക് വന്നു പോയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവ് ഈ സന്ദേശം കേൾക്കുകയും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രതിസന്ധിക്ക് അപ്പുറത്തേക്ക് ചതഞ്ഞ ഓട ഒടിച്ചു കളയാത്തവൻ, പുകയുന്ന തിരിയെ തല്ലിക്കെടുത്താതെ കർത്താവെ വീണ്ടും കർത്താവെ അതിനെ കത്തിക്കുവാൻ, ജ്വലിപ്പിക്കുവാൻ കഴിയുന്ന ദൈവം
കർത്താവിൻ്റെ മക്കളുടെ ജീവിതത്തിൽ വലിയ മടങ്ങിവരവിലേക്ക് നയിക്കും. കർത്താവ് നഷ്ടമായതിനെ മടക്കി നൽകും. എൻ്റെ യേശു ജീവിക്കുന്ന ദൈവം, എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവം എന്ന് പറയത്തക്ക രീതിയിൽ, ദൈവത്തിന് സകലതും സാധ്യമെന്ന് പറയത്തക്ക രീതിയിൽ, അവൻ വിശ്വസ്തൻ എന്ന് പറയുന്ന രീതിയിൽ കർത്താവ് ഈ മക്കൾ കൂടി അത്ഭുതങ്ങൾ ചെയ്യണമേ. കർത്താവ് അത്ഭുതം ചെയ്യണമേ. കർത്താവ് അത്ഭുതം ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ കുറെ പേർക്ക് ഇത് പങ്കുവെക്കണം. God bless you. Have a lovely day.